പത്മകുമാർ മാത്രമല്ല, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, വാസു, അതോടൊപ്പം തന്നെ പത്മകുമാർ. ഈ 4 പേരിൽ നിന്നും നിർണായകമായ മൊഴികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചത്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നിർണായകമായ ഒരു അറസ്റ്റ് ഉടൻ ഉണ്ടാകും, അത് ഇന്നോ നാളെയോ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും ലഭ്യമാകുന്ന നിർണായകമായ വിവരം. അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് കൃത്യമായ ബോധ്യം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ചില അന്വേഷണ സംഘത്തിന് മേൽ ചില സമ്മർദ്ദങ്ങളുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദമൊന്നും വിലപ്പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളന്മാരെ കയ്യാമം വെച്ച് തുറങ്കിലടയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജയിലിൽ ഇപ്പോൾ പ്രത്യേക ദേവസ്വം ബോർഡ് സെല്ല് രൂപീകരിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം ദേവസ്വം ബോർഡിലെ കളവുമായി ബന്ധപ്പെട്ട CPM-ന്റെ സഹയാത്രികരായ, CPM-ന്റെ നേതൃതലത്തിലിരിക്കുന്ന, CPM-ന്റെ മാനസപുത്രന്മാരായ ആളുകൾ വരിവരിയായി ജയിലിലേക്ക് പോവുകയാണ്.